ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് ഡെസ്പിക്കബിൾ മീ 4 ആണ്. എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ കഥയിലോട്ട് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗുരു, അതായത് ആൻറ്റി വില്ലൻ ലീഗിൻ്റെ AVL ഏജൻ്റ് ആയിട്ടുള്ള ഗുരു ഒരു കാർ ഓടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. മറ്റെവിടേക്കുമല്ല അവൻ വന്നിരിക്കുന്നത്, അവൻ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലെ റീയൂണിയന് വന്നേക്കാണ്. ഗുരുവിൻ്റെ കൂടെ തന്നെ നമ്മുടെ മിനിയൻസും ഉണ്ട്. മിനിയൻസിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂവിന് Z+ കാറ്റഗറിയിലുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടെ കണ്ട ഒരു ജെല്ലി ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരെടുത്തിട്ട് മറ്റൊരു മിനിയന്റെ വായിലേക്ക് ഒഴിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ജെല്ലി മറിഞ്ഞു വീണിട്ട് മിനിയൻ അതിൻ്റെ ഉള്ളിലായി പോവുകയാണ്. അവിടെ വെച്ചാണ് നമ്മുടെ ഗ്രൂ മാക്സിമിനെ കാണുന്നത്. ഈ ഒരു മാക്സിം എന്ന് പറയുന്നത് ഇവന്റെ തന്നെ ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ കൂടെ പഠിച്ച ഒരാളാണ്. ഗ്രൂവിനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് മാക്സിം. സ്കൂൾ കാലഘട്ടത്തിൽ അവൻ്റെ തന്നെ ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു, ഒരു ടാലൻറ്റ് ഷോ. അത് കട്ടെടുത്ത് നമ്മുടെ ഗ്രൂ വലിയ ആളാവാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇവനോട് ഇത്ര ദേഷ്യം. പെട്ടെന്ന് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അവിടുത്തെ പ്രിൻസിപ്പൾ നമ്മുടെ ഈ മാക്സിമിന് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ആ ഒരു സദസ്സിൽ വെച്ചിട്ട് മാക്സിം ഒരു കാര്യം റിവീൽ ചെയ്യാണ്. അതായത് അവനൊരു കോക്രോച്ചിൻ്റെ പാർട്സ്, അതായത് കോക്രോച്ചിനെ പോലെ തന്നെ ശക്തിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലോകം തന്നെ കീഴടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ ഗ്രൂ വെറുതെ നിൽക്കുമോ? നമ്മുടെ ഗ്രൂ ആണെന്നുണ്ടെങ്കിൽ AVL ഏജൻസിന്റെ സഹായത്തോട് കൂടിയിട്ട് മാക്സിമിനെ അറസ്റ്റ് ചെയ്യാണ്. ഇതിൽ പകമൂത്ത മാക്സിം അപ്പം തന്നെ നമ്മുടെ ഗ്രൂവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കുടുംബത്തോടെ തീർക്കുമിടാന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്രൂ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആഗ്നസ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ ആട്ടിൻകുട്ടിയായിട്ടുള്ള ലക്കീനെ ഇങ്ങനെ ഓരോ കമാൻഡും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ തക്കുടുമണിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഗ്രൂ ജൂനിയറിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാൻ നോക്കുമ്പോൾ ഗ്രൂ ജൂനിയറിനാണെന്നുണ്ടെങ്കിൽ അമ്മേനെയാണ് ഇഷ്ടം, അതായത് ലൂസി. പക്ഷെ എപ്പോഴും ഗ്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂ ജൂനിയറിനെ, അതായത് ഈ ഒരു കുഞ്ഞുവാവനെ കളിപ്പിക്കാനായിട്ട് എടുക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്നേഹിക്കാനായിട്ടൊക്കെ നോക്കുമ്പോഴും ഈ ഗ്രൂ ജൂനിയർ ആണെന്നുണ്ടെങ്കിൽ ഇവൻ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. കളിക്കാനായിട്ട് ഒരു പേസ്റ്റ് പോലുള്ളൊരു ദ്രാവകത്തിൻ്റെ ഒരു പാക്കറ്റ് അവൻ കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തം തുറപ്പിച്ചിട്ട് നമ്മുടെ ഗ്രൂവിൻ്റെ മുഖം മൊത്തം അവൻ വൃത്തികേടാക്കുന്നുണ്ട്, അതായത് ഈ ഒരു കുഞ്ഞുവാവ. അപ്പോഴേക്കും നമ്മുടെ മിനിയൻസ് വന്നിട്ട് ഈ ഒരു കുഞ്ഞുവാവേനെയും പിന്നെ അതുപോലെ തന്നെ ഗ്രൂവിനെയൊക്കെ വൃത്തിയാക്കുകയാണ്. ഞൊടിയിടയിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് AVLന്റെ റിട്ടയർഡ് ഡയറക്ടർ ആയിട്ടുള്ള റാംസ് ബോട്ടം അങ്ങോട്ടേക്ക് വരുന്നത്. പുള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇവരെ കാണിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, മാക്സിമം വരെ വെല്ലുവിളിക്കുന്നതാണ്, നിന്റെ കുടുംബം മൊത്തം ഞാൻ കുളം തോണ്ടുവിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രൂ പറയുന്നുണ്ട്, ഇവൻ ഈ ജയിലിൽ കിടന്നിട്ട് എന്നെ എന്ത് ചെയ്യാമെന്ന്. അപ്പോഴാണ് നമ്മുടെ ഈ റാംസ് ബോട്ടം, ഇത് ഈ ഒരു ഡയറക്ടർ പറയുന്നത്, ഇന്നലെ തന്നെ മാക്സിം ജയിലിൽ ചാടിയിട്ടുണ്ട്, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. അപ്പോൾ അവനെ തിരിച്ച് പിടിക്കപ്പെടുന്നത് വരെ, അതായത് അവനെ ഇനി പിടിക്കുന്നത് വരെ നിങ്ങൾ ഒരു കുറച്ച് ലോ ലെവൽ താമസിക്കണം. അതായത് നിങ്ങൾ വേറെ ഐഡൻറ്റിറ്റിയിൽ മേഫ്ലവർ എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് മാറണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി പാക്ക് ചെയ്ത് അപ്പം തന്നെ ഇറങ്ങുന്നു. ആഗ്നസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആട്ടിൻകുട്ടീനെ, ലക്കി എന്ന് പറയുന്ന ഈ ഒരു ആട്ടിൻകുട്ടീനെ പിരിയാനായിട്ട് നല്ല വിഷമമുണ്ട്. അങ്ങനെ ഇവർ ഓരോരുത്തർക്കും പുതിയ പേരുകളും പുതിയ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ഗ്രൂവിന് ഇനി മുതൽ ചെറ്റ് എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ അവനൊരു സോളാർ പാനലിൻ്റെ ഒരു സെയിൽസ്മാൻ ആയിട്ടായിരിക്കും അവിടെ അറിയപ്പെടുക എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ലൂസി ആണെന്നുണ്ടെങ്കിൽ അവളുടെ പേര് മാറ്റിയേക്കുന്നത് ബ്ലാഞ്ചി എന്നാണ്. അവിടെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലർ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി എന്ന രൂപേണയാണ് അവളെ മാറ്റിയിരിക്കുന്നത്. ഇതേ സമയം ഒരു വലിയ ബസ്സിൽ നമ്മുടെ എല്ലാ മിനിയൻസിനെയും AVLന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം അവരുടെ സുരക്ഷയും മുൻനിർത്തിയാണ് ഇത് ചെയ്യുന്നത്. പോകുന്ന ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഇവന്മാര് ബഹളവും അടിയും പിടിയായിട്ട് ആ ബസ് ഡ്രൈവർക്ക് ആകെ പ്രാന്താവുന്നുണ്ട്. ഇതേ സമയം ഗ്രൂവും കുടുംബവും ഈ ഒരു മേഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്കായിട്ട് റീലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വീട് കണ്ട് ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട്. കാറിലിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് വലിയ വലിയ വീടുകളുണ്ട് കേട്ടോ. പക്ഷേ 2 വലിയ വീടുകൾക്ക് നടുവിലായിട്ടൊരു കുഞ്ഞ വീടുണ്ടായിരുന്നു. അതായിരുന്നു ഇവർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഗ്രൂവിൻ്റെയും കുടുംബത്തിൻ്റെയും കിളി പോകുന്നുണ്ട്. ഇത്രയും ചെറിയ വീട്ടിലോ, ഇവരൊരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന സംഭവം. വീട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഈ ഒരു റാംസ് ബോട്ടം, അതായത് ഈ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ, റിട്ടയർഡ് ഡയറക്ടർ ആയിട്ടുള്ള പുള്ളിക്കാരൻ, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീടിൻ്റെ സുരക്ഷയെ പറ്റിയിട്ടും ആ വീട് മൊത്തത്തിൽ ലോക്ക്ഡൗൺ ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ആഗ്നസ് തുള്ളി ചാടുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ മിനിയൻസ് വന്നിട്ട് അതിനുള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു മിനിയൻ അതിനുള്ളിൽ കുടുങ്ങി പോകുന്നുണ്ട്. റാംസ് ബോട്ടം അങ്ങനെ ഇവരുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർക്ക് വിവരിച്ച് കൊടുക്കുകയാണ്. അതായത് ഇനി മുതൽ ഇവർ ഈ പേരിലായിരിക്കും അറിയപ്പെടുക, ഇവർ ഈ ജോലിയായിരിക്കും ചെയ്യേണ്ടത്. അതായത് കുട്ടികൾക്ക് പോലും പേരുകളും മറ്റും മാറ്റിയിട്ടുണ്ട്. മാക്സിം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കാനായിട്ട്, അപായപ്പെടുത്താനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ലോ പ്രൊഫൈലിൽ ജീവിക്കാനായിട്ട്
അവനെ പിടിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് റാംസ് ബോട്ടം അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം ഒരു കോക്രോച്ച് വളരെ സന്തോഷത്തിൽ തുള്ളി ചാടിക്കൊണ്ട് ഒരു ഡ്രെയിനേജിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പോയിട്ട് അവനൊരു സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഒരു സ്ഥലത്തെത്തുക. മറ്റൊന്നുമല്ല, നമ്മുടെ മാക്സിം ജയിലിൽ ചാടി വന്നതിന് ശേഷം ഇവിടെ പാർട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കോക്രോച്ചസിൻ്റെയും പിന്നെ അവൻ്റെ കാമുകിയായിട്ടുള്ള വാലന്റീനയുടെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് മാക്സിം ഈ ഒരു ജയിലിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുള്ളത്. ഗ്രൂ ജൂനിയറിനെ പിടിച്ചിട്ട്, അതായത് ആ ഒരു കുഞ്ഞുവാവനെ പിടിച്ചിട്ട് ഹ്യൂമൻ റോച്ചാക്കി മാറ്റാനായിട്ടുള്ളതാണ് ഇവൻ്റെ ശ്രമം. അതേസമയം മിനിയൻ ആണെന്നുണ്ടെങ്കിൽ ഇതേ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുമ്പോൾ വെറുതെ വന്നിട്ട് മറ്റൊരു മിനിയൻ അവനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആഗ്നസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാലോ, അവൾ ഒരിക്കലും കള്ളം പറയാറില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പേര് അവൾക്ക് മാറ്റി പറയാനായിട്ട് പറ്റില്ല മറ്റുള്ളവരുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ ടെൻഷനും പിന്നെ അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഗ്രൂ അപ്പോൾ പറയുന്നുണ്ട്, നിന്റെ ചേച്ചിയായിട്ടുള്ള എഡിത്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കള്ളം പറയാറുണ്ട്, നിനക്ക് ഈ ഒരു കള്ളം മാത്രം പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒറിജിനൽ പേര് പറയാണ്ടിരിക്കാനാണ് ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കേട്ടോ. ലൂസി അങ്ങനെ ജോലിക്ക് പോയി. പിന്നെ നമ്മുടെ ഗ്രൂ ഉണ്ട്. ഗ്രൂ ആണെന്നുണ്ടെങ്കിൽ മാർഗോയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് നൈബർ നിൽക്കുന്നത്. ആ ഒരു നൈബറിനെ പരിചയപ്പെട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഗ്രൂ അവിടേക്ക് ചെല്ലുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറേണ്ടത് അല്ലെങ്കിൽ കള്ളം എങ്ങനെ പറയണമെന്നൊന്നും നമ്മുടെ ഗ്രൂവിന് അറിഞ്ഞുകൂടാ. ഈ ഒരു നൈബറെ പരിചയപ്പെടുന്നുണ്ട്. ഈ ഒരു നൈബർക്ക് ഒരു ഡോക്ടറുണ്ട്. ആ ഒരു ഡോക്ടറിന്റെ പേരാണ് പോപ്പി. മാർഗോയെ ഇപ്പോൾ ചേർക്കാൻ പോകുന്ന സെയിം സ്കൂളിൽ തന്നെയാണ് പോപ്പിയും പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാർഗോയെ ഇവനങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. മാർഗോയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട്. പുതിയ സ്കൂളിലേക്കൊക്കെ പോവല്ലേ, അവിടെയുള്ള പിള്ളേർ ഏത് രീതിയിൽ എന്നെ പെരുമാറുക അല്ലെങ്കിൽ അവർ എങ്ങനെയായിരിക്കും എന്നോട് ഇടപഴകുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാർഗോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പോപ്പി ഫുൾ ടൈം ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. പോപ്പിയും ഈ ഒരു അച്ഛനും കൂടി ആ വണ്ടി കയറി പോകുന്നുണ്ട്. ചുമ്മാ വലിഞ്ഞു കയറി ഗ്രൂ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ ഇത് കഴിഞ്ഞിട്ട് ക്ലബ്ബിൽ പോകുന്നുണ്ട്, അപ്പം ഞാനും ക്ലബ്ബിലേക്ക് വന്നോട്ടെ എന്നൊക്കെയാണ് നമ്മുടെ ഗ്രൂ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ നൈസായിട്ട് ഗ്രൂവിനെ ഒഴിവാക്കിയിട്ട് വണ്ടി എടുത്ത് പോയി. ഇപ്പോൾ നമ്മുടെ ഗ്രൂവും മാർഗവും കൂടി ഇങ്ങനെ കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. മറ്റെവിടേക്കുമല്ല, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോകുമ്പോൾ നമ്മുടെ മാർഗോയ്ക്കാണെന്ന് നല്ല ടെൻഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, ഈ കുട്ടികളൊക്കെ നിന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുള്ളൂ, നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംഭാഷണം കാര്യങ്ങളൊക്കെ പോപ്പി ഇതേ പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. പോപ്പി ഇത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി അളിഞ്ഞ ചിരി ചിരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഗ്രൂ വിചാരിക്കുന്നുണ്ട്, ഇവളെങ്ങാനും ഇത് കേട്ടോ എൻ്റെ ദൈവമേ. ഇതേ സമയം നമ്മുടെ AVL ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് മെഗാ മിനിയൻസിനെ അവർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതായത് കുറച്ച് മിനിയൻസിനെ അവർ സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ വോളണ്ടിയേഴ്സിന് ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മിനിയൻസ് എല്ലാവരും കൂടി ഇടിച്ചു കുത്തി വരുന്നുണ്ട്, ഞാനുണ്ടെന്ന്. പക്ഷേ ഈ ഒരു മാക്സിമിനെ നേരിടാനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളും മൈറ്റി വാരിയറൊക്കെ അവനാണെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മിനിയൻസും നൈസായിട്ട് ഒഴിവാകുന്നുണ്ട്. അങ്ങനെ 5 മിനിയൻസിനെ ഇവർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. അങ്ങനെ ഈ ഒരു പരീക്ഷണത്തിന് ശേഷം മെഗാ മിനിയൻസ് ഇതേ പുറത്തേക്ക് വരികയാണ്. വെറും പവർ എന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ, ഒരാൾക്ക് ലേസർ പവർ, ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വലിഞ്ഞ് പോകാനുള്ള, അതായത് ഏതൊന്നും തകർക്കാനുള്ളൊരു ശക്തി വേറെ. അങ്ങനെ പലതരത്തിലുള്ള ശക്തിയുള്ള മെഗാ മിനിയൻസിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ആ ഒരു ടൗണിൽ എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതേ സമയം ലൂസി ആണെന്നുണ്ടെങ്കിൽ കരാട്ടെ ക്ലാസ്സിന് കൊണ്ട് ചേർത്തേക്കാണ് ആഗ്നസിനെയും എഡിത്തിനെയും. കരാട്ടെ ക്ലാസ് തുടങ്ങി. കരാട്ടെ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വന്നിട്ട് പേര് പറയൂ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആഗ്നസിനെയാണ് ആദ്യം വിളിക്കുന്നത്. ആഗ്നസ് അങ്ങനെ മുന്നോട്ട് വന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആഹാ, നീ എന്താ, നിനക്ക് പറഞ്ഞാൽ നിനക്ക് എന്ത്, നീ കരാട്ടെ പഠിക്കാനല്ലേ വന്നേക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവളോട് അങ്ങോട്ട് മാറിയിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പാവാണെന്നുണ്ടെങ്കിൽ ഒരു ചെയറിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഊഴം ഈഡിത്തിൻ്റെയാണ്. ഈഡിത്തിൻ്റെ അടുത്ത് കളിച്ചപ്പോൾ അതേ നമ്മുടെ കരാട്ടർ മാസ്റ്റർക്ക് നല്ല പണി കിട്ടുന്നുണ്ട്. ഒറ്റ ചവിട്ടിന് തന്നെ പുള്ളിക്കാരനിട്ട് തെറിപ്പിക്കുന്നുണ്ട് അവൾ. അവിടുത്തെ കുട്ടികൾക്ക് മൊത്തം സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബ്യൂട്ടി പാർലറാണ്. ആ ഒരു ബ്യൂട്ടി പാർലർ ഹെയർ ഡ്രസ്സറായിട്ടാണ് നമ്മുടെ ലൂസി പോയിക്കുന്നത്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണുമ്പുള്ള വരുന്നുണ്ട്. പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഡ്രയർ ഡ്രസ്സും കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്റ്റാഫ് അവിടെ ലീവാണ്. അപ്പോൾ നമ്മുടെ ലൂസീനെയാണ് ആ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്. അങ്ങനെ ലൂസിക്ക് ഇത് വല്ലതും അറിയോ, അവൾ പെട്ടെന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോയിലുള്ള ലേഡിയെ പോലെ ആവണമെന്നാണ് ഈ ഒരു പെണ്ണുമ്പിള്ള എന്ന് പറയുന്നത്. അങ്ങനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് അവരുടെ തല അതേ കത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നെ ഒന്നും പറയണ്ട, എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് ആ കട മൊത്തം കത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലൂസി ഓടുന്നുണ്ട്. ലൂസി മാത്രമല്ല, അവിടുത്തെ സ്റ്റാഫുകൾ മൊത്തം. ഇതേസമയം മാക്സിം ആണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ് ടെക്നോളജി വെപ്പൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് ആരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ
പ്രത്യേകിച്ച് മനുഷ്യരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാറ്റ മനുഷ്യരായിട്ട് മാറും. അങ്ങനെ ഗ്രൂവിൻ്റെ കുഞ്ഞുവാവനെ തേടി, അതായത് ഗ്രൂവിൻ്റെ കുടുംബത്തെ തേടിയിട്ട് നമ്മുടെ മാക്സിം ഒരു വലിയ പേടകം അല്ലെങ്കിൽ ഒരു വലിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു പറക്കും പേടകത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഗ്രൂ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുവാവിനെയും കൊണ്ടിട്ട് കാറിൽ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മാർഗോനെ കാത്തു നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും. സ്കൂളിലെ പുതിയ കുട്ടിക്ക് കൊടുത്ത സമ്മാനമാണ് ഈ കാണുന്നത്, മുഖത്തുള്ള മിനുക്കപ്പൊടി. അങ്ങനെ രാത്രിയായി, ഇപ്പോഴും ആ ഒരു മിനിയൻ ഈ ഒരു വെൻഡിങ് മെഷീൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഗ്രൂ അങ്ങനെ രാത്രി പുറത്തിറങ്ങി നോക്കിയപ്പോൾ വേണ്ടടാ പോപ്പി വന്ന് നിൽക്കുന്നു. പോപ്പി ആണെന്നുണ്ടെങ്കിൽ ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും, അതായത് നമ്മുടെ മാർഗോയും ഗുരുവും കൂടി സംസാരിക്കുന്നതൊക്കെ നമ്മുടെ പോപ്പി കേട്ടിട്ടുണ്ടായിരുന്നു. പോപ്പിക്ക് മനസ്സിലായി ശരിക്കും ഇയാളുടെ പേര് ചെറ്റെന്നല്ല ഗ്രൂ ആണെന്ന്. അങ്ങനെ ഈ ഒരു റിവീൽ ചെയ്യും, ഈ ഒരു സംഭവം ഐഡൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരോട് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവളിത് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവൾക്കൊരു ഹണി ബാഡ്ജർ എടുക്കാനുണ്ട്. ഒരു ലെന്നി എന്ന് പറയുന്ന ഒരു ഹണി ബാഡ്ജർ. അവൻ പഠിച്ചിരുന്ന ആ ഒരു സ്കൂൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇത് മോഷ്ടിക്കാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിന്റെ യഥാർത്ഥ മുഖം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആഘോഷപൂർവ്വം മെഗാമിനിയൻസിനെ ഉണ്ടാക്കിയെടുത്തെങ്കിലും ഈ ഒരു സിറ്റി മൊത്തം ഡാമേജ് ആക്കി മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവർ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ റാംസ് ബോട്ടം മറ്റൊന്നും കൊണ്ടല്ല, ഇവന്മാർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പൊല്ലാപ്പായിട്ട് മാറുകയാണ്. രക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചു പോകും. ആ രീതിയിലാണ് അവന്മാരുടെ രക്ഷാപ്രവർത്തനം. അങ്ങനെ അടുത്ത ദിവസം ഗ്രൂവും ലൂസിയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ നെയ്ബേഴ്സിനെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലബിലേക്ക് വരുമോ എന്ന് നമ്മുടെ ഈ ഒരു നെയ്ബറിൻ്റെ ഭാര്യ നമ്മുടെ ലൂസിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഞങ്ങൾ വരാലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. പോപ്പി അപ്പോഴും നമ്മുടെ ഗ്രൂവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ലെറ്റർ എടുത്തിട്ട് അവന് നേരെ എറിയുന്നുണ്ട്. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് നിന്റെ ശരിക്കുള്ള മുഖം ഞാൻ വെളിപ്പെടുത്തട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ സമയം മാക്സിമും അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള വാലന്റീനും കൂടി ചേർന്നിട്ട് ആ ഒരു നഗരത്തിലുള്ള എല്ലാ വീടുകളും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ എവിടെയെങ്കിലും ഗ്രൂവിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് അവരതൊക്കെ അരിച്ച് പെറുക്കുന്നുണ്ട്. കൂട്ടത്തിൽ മാക്സിം ഒരു കഥ പറയുന്നുണ്ട്. അതായത് സ്കൂൾ കാലഘട്ടത്തിൽ അവൻ പാടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു പാട്ട് പാടാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ മേക്കപ്പും അതേ പാട്ടും കൂടി ആദ്യം തന്നെ ഇവൻ പാടുകയാണ്. അതായത് നമ്മുടെ ഗ്രൂ അങ്ങനെ എല്ലാവരുടെയും കയ്യടി വാങ്ങുന്നുണ്ട്. എൻ്റെ പാട്ട് അവൻ മോഷ്ടിച്ചിട്ടാണ് പാടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാലന്റീൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാലന്റീൻ പറയുന്നുണ്ട് ചിലപ്പോൾ അന്ന് ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടല്ലേ, അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നായിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ മാക്സിം പറയുന്നുണ്ട് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത് തന്നെയാണ്, അവൻ എനിക്ക് എങ്ങനെ ഇത് നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മാക്സിം ഈ ഓരോ വീടുകളും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പറക്കുന്നതിനകത്ത് പെട്രോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ, അതായത് ഇന്ധനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരൊരു പെട്രോൾ പമ്പിൽ കയറുന്നുണ്ട്. അവിടെ കയറിയിട്ട് അവിടെ നിന്ന് ആണെങ്കിൽ ഈ കാർഡ് വരച്ചിട്ട് സൈപ്പ് ആവണമെന്നില്ല. അപ്പോഴേക്കും അവിടുത്തെ ഒരു കടക്കാരൻ വന്നിട്ട് ഇവൻ്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. ഉടനെ തന്നെ മാക്സിം ആ ഒരു വെപ്പൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു മനുഷ്യനെ ഒരു കോക്രോച്ച് ആക്കി മാറ്റുന്നുണ്ട്. ഇതേ സമയം ലൂസിയും കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൂസി ഞെട്ടിപ്പോവുക. മറ്റൊന്നുമല്ല, അന്ന് തല മൊത്തം കൊളാക്കി വിട്ടുന്ന ഒരു പെണ്ണുമ്പിള്ള ഉണ്ടായിരുന്നില്ലേ, ആ ഒരു പെണ്ണുമ്പിള്ള അവിടെ ഷോപ്പിങ്ങിന് വന്നേക്കാം. അങ്ങനെ എന്തോ ഒരു നിർഭാഗ്യവശാൽ ആ ഒരു പെണ്ണുമ്പിള്ളയ്ക്ക് നമ്മുടെ ലൂസിനെ മനസ്സിലാവുന്നുണ്ട്. ലൂസിയും പിള്ളേരും അവിടെ നിന്ന് കെട്ടും കിടക്കിയെടുത്തിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ടെർമിനേറ്ററിൽ മറ്റേ റോബോട്ട് വരും. അതുപോലെ തന്നെ ഇവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുക. ലൂസിയും പിള്ളേരും അങ്ങനെ ഓടടാ ഓട്ടം. ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂ പോപ്പീനെ കാണാൻ വന്നേക്കാണ്. പോപ്പിയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു സ്ഥലത്ത് പോയിട്ട്, അതായത് അവൻ്റെ പഴയ സ്കൂളിൽ പോയിട്ട് ആ ഒരു ലെന്നി കൊള്ളയടിക്കാനായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഗ്രൂ ആരാണെന്നും എന്താണെന്നുമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ പോപ്പി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രൂവിന് ഇത് സമ്മതിക്കല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഗ്രൂവും പോപ്പിയും ഗ്രൂ ജൂനിയറും പിന്നെ 2 മിനിയൻസും കൂടി ചേർന്നിട്ട് ഈ ഒരു ലെന്നി മോഷ്ടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഒരു ഹോട്ട് എയർ ബലൂൺ ഉണ്ടാവില്ലേ, അത് ഉപയോഗിച്ചിട്ട് യാത്ര നടത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സൂപ്പർ ഹീറോസ് ആയിട്ട് മാറിയിട്ടുള്ള മെഗാ മിനിയൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഓരോ അതിക്രമങ്ങളും അപകടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അത് വേറൊരു തരത്തിലായിട്ട് വേറൊരു അപകടമായിട്ടാണ് മാറുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവന്മാരുടെ ഈ ഒരു രക്ഷാപ്രവർത്തനം കാരണം ആ ഒരു സിറ്റി മൊത്തത്തിൽ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുകാർ മൊത്തം ഇവന്മാർക്കെതിരെ തിരിയാണ്. ഇവന്മാരവിടുന്ന് ഓടിച്ചു വിടുകയാണ് എല്ലാ നാട്ടുകാരും കൂടി ചേർന്നിട്ട്. ഗ്രൂവും കൂട്ടരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോട്ട് എയർ ബലൂണും വെച്ചിട്ട് ആ ഒരു സ്ഥലത്തേക്ക്, അതായത് അവൻ്റെ ആ ഒരു പഴയ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഹോട്ട് എയർ ബലൂണിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ ബാഗ് തുറന്ന് നോക്കുമ്പോഴുണ്ട് അതിൽ മൊത്തം ഡയപ്പറും പാലും കുപ്പിയും. എൻ്റെ ടൂൾസ് എവിടെയെന്ന് നോക്കുമ്പോഴാണ് അതൊക്കെ ഹോട്ട് എയർ ബലൂണിൽ വെച്ചിട്ട് മറന്നത് മിനിയൻസ് പറയുന്നത്. മുകളിലോട്ട് നോക്കുമ്പോൾ ദേണ്ടടാ ആ ഹോട്ട് എയർ ബലൂൺ പറന്ന് പോകുന്നു. മിനിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഉണ്ട്, അത് മുറിച്ചിട്ട് വേണം അകത്തോട്ട് കിടക്കാനായിട്ട്. അങ്ങനെ ഒരു ചെറിയ സെപ്റ്റിക് പിന്ന് ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ചെറിയ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുന്ന കുപ്പിപ്പാരുണ്ടാവില്ല, അതിൻ്റെ നിപ്പിളും വെച്ചിട്ട് അവൻ
അതൊക്കെ തുറക്കുന്നുണ്ട്. ആര്? നമ്മുടെ ഗുരു. അങ്ങനെ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കയറി. അതിനുള്ളിൽ കയറിയതിന് ശേഷം പ്രിൻസിപ്പലിൻ്റെ റൂമിലാണ് ഈ ഒരു ലെന്നി ഇരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് പോയിട്ട് അതെടുക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ സെക്യൂരിറ്റിയും ക്യാമറയും കാര്യങ്ങളൊക്കെ വെട്ടിക്കാനായിട്ട് ഇവർ നമ്മുടെ കുഞ്ഞുവാവയുടെ ഡയപ്പർ ഉണ്ടാവൂലേ, അതൊക്കെ ഈ ഒരു സെക്യൂരിറ്റി ക്യാമറയിലാക്കുന്നുണ്ട്. പ്രിൻസിപ്പലിൻ്റെ ഡോർ തുറക്കാനായിട്ട് നമ്മുടെ പോപ്പിയുടെ കയ്യിൽ ഒരു ചെറിയ പിന്നുണ്ടായിരുന്നു. ആ ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രിൻസിപ്പലിൻ്റെ ഡോർ തുറക്കുന്നുണ്ട്. പക്ഷേ പണി പാളി. അവിടെ മൊത്തം ലേസർ ഉണ്ടായിരുന്നു. അതായത് ലേസർ തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കഷ്ണമായിട്ട് പോകുമല്ലോ. അപ്പോഴേക്കും വേണ്ടടാ നമ്മുടെ ഗ്രൂ ജൂനിയർ ഇഴഞ്ഞിഴഞ്ഞ് ആ ഒരു ലേസർ രശ്മിയുടെ അടിയിലൂടെ പോയിട്ട് ആ ഒരു പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ മേശയിൽ കയറുന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാകെ അന്തിച്ച് നിൽക്കുക, ഇത് എങ്ങനെ പോയി. കുഞ്ഞുവാവയുടെ കൈ കെട്ടിയിട്ട് തന്നെ ഈ ഒരു ലേസർ ഓഫ് ആവുന്നുണ്ട്. ആ ഒരു തക്കത്തിന് ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ഈ ഒരു ലെന്നിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു പട്ടിക്കൂട്ടൻ ഉണ്ടായിരുന്നു. ആ ഒരു പട്ടിക്കൂട്ടൻ ഇവൻ വരെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചു. എല്ലാവരുടെ പിന്നാലെ നിറഞ്ചും പുറഞ്ഞും ഈ ഒരു പട്ടിക്കൂട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം എല്ലാം കേട്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ വേണ്ടടാ ആ വീൽ ചെയറും ഇരുന്നിട്ട് വരുന്നത്. വെറും വീൽ ചെയർ ഒന്നല്ലട്ടാ, ചുമ്മാ തീ പാറുന്ന വീൽ ചെയറാണ്. അതായത് അതിൻ്റെ ടയറൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ വലിയ ടോറസിൻ്റെ ടയറൊക്കെ ഉണ്ടാവില്ലേ, അതിൽ ടയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു വീൽ ചെയറും കൊണ്ടാണ് ആ ഒരു പ്രിൻസിപ്പൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവർക്ക് ഇനി എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ലാണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു കുഞ്ഞുവാവനെ കണ്ടിട്ട് ഈ ഒരു പട്ടിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു തക്കം നോക്കിയിട്ട് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോപ്പിയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലെ മുറ്റത്ത് കടന്നിരുന്ന ഒരു അഡ്വാൻസ് ടെക്നോളജി പറക്കുംകാരെടുത്തിട്ട് ഇവരെല്ലാവരും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ഗ്രൂ ജൂനിയറിനാണെന്നുണ്ടെങ്കിൽ അച്ഛനെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. കാരണം ഇത്രയും അഡ്വഞ്ചറസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മകന് അച്ഛനോട് പ്രത്യേക ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അച്ഛനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇതേ സമയം ഈ ഒരു പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമിനെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്. അതായത് ഗ്രൂ എവിടെ ഉണ്ടെന്നും എന്താണ് അവൻ്റെ ഉദ്ദേശമെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, നീ അവനെ പോയിട്ട് പിടിച്ചോന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൈമാറുന്നുണ്ട്. ഇതേ സമയം ഗ്രൂ ലൂസി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ കൺട്രി ക്ലബിലേക്ക് പോവാണ്. ആരുടെ കൂടെ? നമ്മുടെ പോപ്പിയുടെ പേരൻസ് ആയിട്ടുള്ള പെരിയുടെയും പാറ്റ്സിയുടെയും കൂടെ. കുട്ടികളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണ്ട. പോപ്പി അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ടെന്നീസ് കോർട്ടിലാണെന്നുണ്ടെങ്കിൽ പൊരിഞ്ഞ കളി നടന്നുകൊണ്ടിരിക്കുക. ഗ്രൂ ആണെന്നുണ്ടെങ്കിൽ വലിയ കളിക്കാരനാണെന്നൊക്കെയാണ് നമ്മുടെ പോപ്പിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ ഈ കളിയുടെ ഒരു കാര്യം അറിയില്ല. പക്ഷേ മിനിയൻ അവിടെ നമ്മുടെ ഗ്രൂവിൻ്റെ രക്ഷകനായിട്ട് എത്തുന്നുണ്ട്. അവൻ റെഫറി ആയിട്ട് നമ്മുടെ പോപ്പിയുടെ അച്ഛന് നല്ല പണി കൊടുക്കുന്നുണ്ട് കേട്ടോ. പോപ്പിയുടെ അച്ഛന് റെഡ് കാർഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരാവശ്യമില്ലാണ്ടൊക്കെ അയാളെ ഇങ്ങനെ റെഡ് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മത്സരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നുണ്ട്. ഈ ഒരു തക്കം നോക്കിയിട്ട് പ്രിൻസിപ്പള് നമ്മുടെ ഗ്രൂവിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. നമ്മുടെ ആഗ്നസ് ആണ് പോയിട്ട് വാതിൽ തുറക്കുന്നത്. ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവരാണെന്നുണ്ടെങ്കിൽ വേഗം വീട്ടിലോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എവിടെ മോളേന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പോപ്പി അപ്പം തന്നെ മെസ്സേജ് അയച്ചിട്ട് ഗ്രൂവിനെ ഈ കാര്യം വിവരം അറിയിക്കുന്നുണ്ട്. അവരവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയിട്ട് എങ്ങനെയെങ്കിലും കുട്ടികളെ രക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ തിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ, നമ്മുടെ റാംസ് ബോട്ട്, പുള്ളിക്കാരൻ എല്ലാ മെഗാ മിനിയൻസിനെയും തിരിച്ചു വിളിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, മെഗാ മിനിയൻസ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പലരും പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സംഭവം, അതായത് മെഗാ മിനിയൻസിനെ വീണ്ടും ആവശ്യമുണ്ട് AVLലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ മെഗാ മിനിയൻസിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അവരെല്ലാവരും അങ്ങനെ തിരിച്ചു വരികയാണ് നമ്മുടെ ഗ്രൂവിൻ്റെ ഫാമിലിനെ രക്ഷിക്കാനായിട്ട്. ഈ ഒരു മാക്സിം എന്ന് പറയുന്ന ആ ഒരു കോക്രോച്ച് വില്ലൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. ഗ്രൂ ലൂസിയും വീട്ടിലേക്ക് എത്തിയപ്പോൾ ദേണ്ടടാ പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഗ്രൂ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മാക്സിം അവൻ്റെ ആ ഒരു വാഹനത്തിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഒരു കുഞ്ഞുവാവേണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കണ്ണ് വെട്ടിച്ചിട്ട് വീടിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാക്സിം ഈ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വാതിൽക്കൽ തന്നെ ഈ ഒരു കുട്ടീനെ കിട്ടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞിട്ട് മാക്സിം ഈ കുഞ്ഞുവാവിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്തോ ശബ്ദം കേട്ടിട്ട് ഗ്രൂ പുറത്ത് വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാക്സിം ഈ ഒരു കുഞ്ഞുവാവിനെയും കൊണ്ട് അവിടെ നിന്ന് കടന്നു കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗ്രൂ പിന്നാലെ ഒരുപാട് ഓടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ പോപ്പിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പറക്കും കാറുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂവിൻ്റെ അടുത്ത് അതിലോട്ട് കയറാനായിട്ട് പറയുകയാണ്. ഇതേ സമയം മാക്സിം ആണെന്നുണ്ടെങ്കിൽ കോക്രോച്ച് ഹൈബ്രിഡ് ആക്കിയിട്ട് നമ്മുടെ ഗ്രൂ ജൂനിയറിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് പൊരിഞ്ഞ സംഘടന തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു വാഹനവും കാര്യങ്ങളൊക്കെ നശിച്ച് നാറാണക്കല്ലായിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഒരു ചെറിയ കമ്പി കഷ്ണത്തിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ഗ്രൂ താഴോട്ട് വീഴാനായിട്ട് പോകുന്നു. ഹൈബ്രിഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രൂ ജൂനിയർ അവൻ്റെ അച്ഛനെ മറക്കുമോ? അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ മാക്സിമിനെ തോൽപ്പിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ആട്ടിൻകുട്ടിയായിട്ടുള്ള ലക്കീനെ കാണുമ്പോൾ നമ്മുടെ ആഗ്നസിനുള്ള സന്തോഷം പറഞ്ഞറിയിക്കണ്ടല്ലോ. ജയിലിലായിട്ടുള്ള മാക്സിമിനെ കാണാനായിട്ട് നമ്മുടെ ഗ്രൂ പോയിട്ടുണ്ട്. ഗ്രൂ പോയിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ അന്ന് സ്കൂൾ കാലഘട്ടത്തിൽ നിന്റെ പാട്ട് മോഷ്ടിച്ചതാടാ.
അപ്പം നമ്മുടെ മാക്സിമിനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ സിനിമയുടെ അവസാനം ഇവരെല്ലാവരും ഒന്നിക്കുന്നുണ്ട്. വെൻഡിങ് മെഷീനിൽ കുടുങ്ങിയിട്ടുള്ള മിനിയൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെയാണ്. അവൻ്റെ കൈ കെട്ടിയിട്ട് ആ ഒരു വീട് മൊത്തം ലോക്ക്ഡൗൺ ആയി പോകുന്നുണ്ട്. എന്താല്ലേ പാവം മിനിയൻ. അങ്ങനെ ഒരു സീനിലാണ് ഈ അടിപൊളി സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സജഷനും കാര്യങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.